ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലിനെ കുറിച്ച് ഒരു 2-3 ക്വിക്ക് അപ്ഡേറ്റ്സ് തരാനാണ് വീഡിയോ ചെയ്യുന്നത്. റഷ്യയും ഇസ്രായേലും തമ്മിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള നിലയിൽ ചെറിയൊരു റിസർച്ച് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, റഷ്യയുടെ വെപ്പൺസ് ആണ് ഏറ്റവും കൂടുതൽ ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്നും അതേപോലെ ഹമാസിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്ന എല്ലാം റഷ്യൻ മെയ്ഡ് വെപ്പൺസ് ആണ്. ഇസ്രായേൽ ക്വാണ്ടിറ്റി, അതൊരു വലിയ ഒരു ശേഖരം തന്നെ റഷ്യയുടെ ആയുധങ്ങൾ ഇസ്രായേലിന്റെ പക്കൽ അവർ പിന്നെ ഈ ഒരു തീവ്രവാദ സംഘങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ച് സീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പുള്ളി ഉടനെ ഇസ്രായേലിന്റെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ്, ആ വെപ്പൺസ് ഒക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ റഷ്യയെ അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. സോ അവരും റഷ്യയെ ടെററിസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ഇതിന് ഒരു അപ്രൂവൽ കൊടുക്കത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ട് റഷ്യക്ക് എതിരെ തിരിയുന്ന പോലെ അങ്ങ് ആയിത്തീരും. അപ്പോൾ അത് ശരിക്കും അങ്ങനെ ഒരു മണ്ടത്തരം ഇസ്രായേൽ ഒരിക്കലും കാണിക്കത്തില്ല. കാരണം അവർ പരമാവധി പിന്നെ വാർ എക്സ്റ്റെൻഡ് ചെയ്യാതെ ഒരു മിനിമൈസ് ലെവലിൽ നിർത്തി പ്രിസൈസ് അറ്റാക്ക് ചെയ്യാനാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പോയി താറുമാറായിട്ട് അടിച്ച് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. താറുമാറായിട്ടൊരു സ്ഥലം ഇപ്പോൾ അടിക്കുന്നുണ്ട്. അത് വേറെ എവിടെ ഇല്ല, ബെയ്റൂത്ത്, ലെബനാനിലാണ്. അടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടിയാണ്. ഇന്നലെ IDF ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ബിൽഡിങ്ങിന്റെ താഴെ ഒരു കൃത്യമായ ഒരു വില്ലേജിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ വീഡിയോ അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം ഇന്നലെ രാത്രി, അത് പുലർച്ചെ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നുള്ള മാസീവ് ആയിട്ടുള്ള അറ്റാക്ക്. അത്രമാത്രം, അതായത് അണുബോംബ് ഇട്ട പോലെ ഉള്ള പുകയാണ് അവിടെ വന്നുകൊണ്ടിരുന്നത്. ആ രീതിയിലുള്ള അറ്റാക്കാണ് അവിടെ നടത്തിയത്. അതിന്റെ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട് ഓൺലൈനിൽ. ഞാൻ വേണമെങ്കിൽ ലിങ്ക് പിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ പിൻ ചെയ്യാം. അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഹമാസിന്റെ കയ്യിൽ നിന്നും ഗാസയ്ക്കുള്ളിൽ നടത്തുന്ന അറ്റാക്കുകളുടെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഒരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് IDF-ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് A to Z കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് ആ ഡോക്യുമെന്റിൽ. ആ ഡോക്യുമെന്റിൽ പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ഡോക്യുമെന്റ് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ, ഈ ഡോക്യുമെന്റ് ഇറാന് ഗാസയിൽ ഹമാസുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ടിവിറ്റിയെ പ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ടാണ് ഈ ഡോക്യുമെന്റ് മാറാൻ പോകുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 2022 യഹിയ സിൻവറുമായിട്ട് നടത്തിയ മീറ്റിംഗ് മിനിറ്റ്സ് അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന ആക്ഷൻ പ്ലാൻസ്, അപ്പോൾ 2022 തന്നെ ഇവരിത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറകിൽ ഇറാൻ ഉണ്ട് എന്നുള്ളതുമാണ് ഇതിന്റെ വ്യക്തമായ ഒരു പിന്നെ കാരണം. ഇതിന്റെ പുറകിലുള്ള ശക്തമായ ഗൂഢാലോചന, അതാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് October 7 നടത്തിയതല്ല, ഇത് 2022 പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏത് October 7 മസാക്കർ, അതായത് ഈ October 7 കൂട്ടക്കൊല, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു പ്ലാൻ 2022 തന്നെ ഇറാനുമായിട്ട് ഹമാസ് കൂടിച്ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡോക്യുമെന്റിൽ നിന്ന് പ്രൂവ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഇറാൻ ഹമാസിന് കൊടുക്കുന്ന ഒരു എമൗണ്ട് മന്ത്ലി $7 മില്യൺ ഹമാസിന് ഇറാൻ കൊടുക്കുന്നത്. $7 മില്യൺ ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് കൊടുക്കുന്നത്. 7 മില്യൺ സംഭാവന അതാണ് കൊടുക്കുന്നത്. ഈ 7 മില്യൺ കൊടുക്കുന്നത് ഒറ്റൊരു ഉദ്ദേശമേ ഉള്ളൂ, കൺഫ്രണ്ട് വാർ അഗെയിൻസ്റ്റ് ഇസ്രായേൽ, അതായത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ള ഒറ്റൊരു എയിമിൽ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് മന്ത്ലി ഈ ഒരു $7 മില്യൺ. കാറ്റഗറി വൈസ് ലീഡേഴ്സ്, അതായത് ഹൈറാർക്കി ഉണ്ടല്ലോ, അത് തലപ്പത്തിരിക്കുന്ന ആള്, അതിന്റെ താഴെ അങ്ങനെയായിട്ട് കാറ്റഗറി വൈസ് ലീഡേഴ്സ് $12 മില്യൺ മുതൽ $48 മില്യൺ വരെ വിവിധ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് ആനുവലി പേ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിന്റെ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കുറെ ബിഗ് എമൗണ്ട് വരും. ഇത് ഞാൻ യുണീക്ക് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയുന്നത്. അതായത് ഒരു വ്യക്തി 48 മില്യൺ ഒരു വർഷം മേടിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞൊരു വ്യക്തി $12 മില്യൺ മേടിച്ചിരിക്കുന്നുള്ളതാണ്. അതായത് ഈ ലീഡേഴ്സിന്റെ തലപ്പതി ഹൈറാർക്കി ബേസിസിൽ ഏറ്റവും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന, ഹമാസിന്റെ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ മേടിക്കുന്ന പൈസയാണ്. ഇത് ഇറാനിൽ നിന്ന് മാത്രം കിട്ടുന്ന പൈസയാണ് കേട്ടോ. ഖത്താറിൽ നിന്ന് കിട്ടുന്ന പൈസ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. ഇതിനെതിരെ US കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. US കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് ഇസ്രായേൽ ഒരു കേസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, കേസ് അഗൈൻസ്റ്റ് ഇറാൻ. അതായത് ഇസ്രായേലിനെതിരെ പ്രോക്സികളെ വെച്ചിട്ട് ടെററിസ്റ്റുകളെ ഉപയോഗിച്ച് ഡയറക്റ്റ് കണക്ടിവിറ്റിയിൽ കൊണ്ടുവന്ന് ഡയറക്റ്റ് ആയിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നതിന് ഈ ഒരു October 7 കൂട്ടക്കുരുതിക്ക് എതിരെ ഇറാനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനി അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഏത് രീതിയിൽ മാറി തീരുമെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ തന്നെ പ്രഷർ സ്റ്റാർട്ട് ആയി തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ മാക്സിമം പ്രഷർ അല്ലേ, അത് ഇവിടെ തന്നെ തുടങ്ങി. ട്രംപ് ജയിച്ച അന്ന് തന്നെ തുടങ്ങി. ഇപ്പൊ അത് അതിന്റെ രൂക്ഷമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനെ നല്ല രീതിയിൽ വെച്ച് പൂട്ടാൻ പറ്റിയ ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ കുറെ ആൾക്കാരെ കക്ഷി ചേർത്തിട്ടുണ്ട്. ഇറാന്റെ IRGC, ഹമാസ്, ഹെസ്ബുള്ള, പാലസ്തീനിയൻ ജിഹാദ് ഗ്രൂപ്പ്, അതേപോലെ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീനിയൻ, ഇത്രയും ആൾക്കാർക്ക് ചേർത്തിട്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ആന്റി ടെററിസം ആക്ടിലാണ് കേസ്. തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമല്ല, പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമാണ്. ഇറാൻ, സിറിയ, നോർത്ത് കൊറിയ 3 രാജ്യങ്ങൾക്കുമെതിരെ കേസ്, ഇനിയൊരു കേസ് ന്യൂയോർക്ക് കോർട്ടിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്ക് ഫെഡറൽ കോർട്ടിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ
ടെററിസ്റ്റുകൾക്ക് വെപ്പൺ സപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇനിയൊരു കേസ്, ഒരു സ്യൂട്ടും കൂടെ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ വെസ്റ്റ് ബാങ്ക് അനക്സേഷന്റെ ഭാഗങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ നടക്കുകയാണ്. യു എസ് ഇന്ന് ട്രംപിന്റെ അപ്കമിങ് അഡ്മിനിസ്ട്രേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ടീമുകളെല്ലാം പറയുന്നത് 2 സ്റ്റേറ്റ് മറന്നേക്കും എന്നാണ് പറയുന്നത്. 2 സ്റ്റേറ്റ് തിയറി അത് ഇനി നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. അത് അവർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടാണ് അവർ ഇനിയിപ്പം വരാൻ പോകുന്നത്. അവർ ജനുവരിയിൽ വരുമ്പം ദർ ഇസ് നോ 2 സ്റ്റേറ്റ്, ഇനി ഒരു 2 സ്റ്റേറ്റ് തിയറിക്ക് യാതൊരു സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഇസ്ലാമിക് രാജ്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്ത് പറയും നമുക്ക് അറിയത്തില്ല. പക്ഷെ അവർ ഇനിയും കൂടെ മീറ്റിംഗ് ഒക്കെ ഇട്ട് ഇനി ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരിക്കും. അവർക്ക് ഈ ഒപ്പിടാനേ കഴിയുമല്ല, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് പോകുന്നത്. 2 സ്റ്റേറ്റ്, ട്രംപിന്റെ ഭരണത്തിൽ 2 സ്റ്റേറ്റ് ഇല്ല. ഇന്ന് മുതൽ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ജെറുസലേമിൽ IDF ചറപറ അടിച്ച് കയറിയിരിക്കുകയാണ്. അവിടെ മൊത്തം റൈഡിംഗ് ആണ്. ഈ വെസ്റ്റ് ബാങ്ക് മൊത്തം കൺട്രോളിൽ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. IDF സോൾജേഴ്സ് മുക്കിലും മൂലയിലും ഉണ്ട് എന്നുള്ളതാണ് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ജെറുസലേം ഭാഗത്ത്. അപ്പൊ ഹൈ സെക്യൂരിറ്റി അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ക്ലിയർ ചെക്ക്മേറ്റ്. ആ ചെക്ക്മേറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്ക് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പൂർത്തീകരിക്കാൻ വിട്ടുപോയതാണ് ഈ വാക്ക്. ആ ചെക്ക്മേറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ കൊണ്ടുവരും എന്നുള്ളതാണ്. വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിനോട് ചേർത്ത് കഴിഞ്ഞാൽ, ഈ അനക്സേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, ഈ വെസ്റ്റ് ബാങ്കിന് ഇസ്രായേലിന് അവകാശപ്പെട്ട പ്രദേശങ്ങൾ 1967 മാറ്റി നിർത്തപ്പെട്ട കുറച്ച് പ്രദേശങ്ങൾ, അതായത് ഒരു ലോ, ഇന്റർനാഷണൽ ഈ അറബ് കൺട്രീസിന്റെ ഒരു റിക്വസ്റ്റ് മാനിച്ച് പിന്നെ ഫർദർ ആയിട്ടൊരു വാർ എസ്കലേഷൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഇസ്രായേൽ ആ ഒരു വെസ്റ്റ് ബാങ്കിന്റെ ഭാഗം ഒന്ന് മാറ്റി നിർത്തിയിരുന്നു. ഇല്ലെങ്കിൽ അന്നേ അത് ഇസ്രായേലിനോട് ചേർക്കാമായിരുന്നു. അപ്പൊ ആ രീതിയിൽ മാറ്റി നിർത്തപ്പെട്ട ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമത്തിലാണ് നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. ഇതിൽ വീഴും എന്ന് പറഞ്ഞാൽ ഇതിൽ അറബ് കൺട്രീസ് മൊത്തത്തിൽ വീഴും എന്നുള്ളതാണ്. വേറെ ഒരു മാർഗ്ഗവുമില്ല. ഈ ആരൊക്കെ ഒളിച്ചിരിക്കുന്നോ, ആരൊക്കെ കള്ളത്തരം കാണിച്ചിട്ട് ഞാൻ ഇസ്രായേലിനോടൊപ്പമില്ല പാലസ്തീനോടൊപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൺട്രീസ് ഒക്കെ നിൽക്കുമല്ലോ, അവർക്കൊന്നും ഇനി ഒരു മാർഗ്ഗമില്ല എന്നുള്ളതാണ്. ഈ അനക്സേഷൻ വെസ്റ്റ് ബാങ്കിനെ തൊടുമ്പം എവിടെയൊക്കെ ഏതൊക്കെ മാളങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങൾ കൃത്യമായിട്ട് ടെററിസം സപ്പോർട്ട് ചെയ്യുന്നോ അവനൊക്കെ പുറത്തു വരും. അത് ഉറപ്പാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചെക്ക്മേറ്റ്. ഈ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ താഴോട്ട് പോകാൻ 50 ഡേയ്സ്, കഷ്ടിച്ചൊരു 45 ദിവസം കൂടെ ഉള്ളൂ. ഗാസയിൽ റീസെറ്റിൽമെന്റിന്റെ ഒരു ഡിസ്കഷൻസ് ഒക്കെ നടക്കും. പക്ഷെ വെസ്റ്റ് ബാങ്ക് ഉള്ളതുപോലെ തന്നെ, അതേപോലെ തന്നെ അത് ഇസ്രായേലിനോട് ചേർക്കപ്പെടുന്നുള്ളതാണ്. ജുദയ, സമാരിയ, ഈ 2 പ്രദേശങ്ങളാണ് ഈ വെസ്റ്റ് ബാങ്കിൽ കിടക്കുന്നത്. അതിനെ ചേർക്കണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അതിനെ ചേർക്കണം എന്ന് പറയുമ്പോൾ അതിൽ ഓൾറെഡി ജൂയിഷ് സെറ്റിൽമെന്റ് ആണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. അത് ഇസ്രായേലിനോടുകൂടെ ചേർക്കാന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഒരു മാറ്റമൊന്നും വരുത്താൻ പോകുന്നില്ല. അവിടെ ആൾക്കാർ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അങ്ങനെയൊന്നുമില്ല. അവിടെ അങ്ങനത്തെ പ്രദേശമല്ല അത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൽ ജൂയിഷ് സെറ്റിൽമെന്റ് ആണ്. അത് ഇസ്രായേൽ എന്നുള്ള രീതിയിൽ അറിയിക്കുന്നു, അത്രേ ഉള്ളൂ. അതാണ് അവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ ഈ എയ്ഡ്, അതായത് ഈ ഒരു ഡെയിലി കൊടുക്കുന്ന ഈ ഒരു സഹായമല്ലേ, അതായത് ഈ ഒരു പിന്നെ ഫുഡ്, ഈ ഗാസയിലെ ജനങ്ങൾക്കുള്ള ഭക്ഷണം, അതേപോലെ ഈ ഒരു ട്രക്കിലാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഈ ചാരിറ്റി സാധനങ്ങളെല്ലാം നാലാ ഭാഗത്തുള്ള നല്ല മനസ്സുള്ള ആൾക്കാർ മൊത്തം പൈസയും എല്ലാം ഇട്ട്, പല സംഘടനകൾ, പല NGO സംഘടനകളൊക്കെ പൈസ ഇട്ടാണ് ഈ ട്രക്ക് കണക്കിൽ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഉൻറ എന്ന് പറഞ്ഞ ഈ സംഘടന ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞ ഇതാണ്. ഇതിനെക്കുറിച്ച് ഇസ്രായേൽ ഓൾറെഡി കൺസേൺഡ് ആയിരുന്നു. അതുകൊണ്ടാണ് പല തവണയായിട്ട് ഈ ഒരു എയ്ഡ് കൊണ്ടുപോകുന്ന ട്രക്കുകളെ മോണിറ്റർ ചെയ്യുന്നതിന്റെ പ്രയാസം കൊണ്ട് തന്നെ നിർത്തി വെച്ചിരുന്നത് കുറച്ചാൾ. അങ്ങനെയെങ്കിൽ ഇവർ പഠിക്കട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ ഇവർ പഠിക്കുന്ന ഏർപ്പാടില്ല. ഇവരിപ്പം 106 ട്രക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോയതിൽ 96 ട്രക്ക് മിസ്സിംഗ് ആണ്. 2 ട്രക്കുകൾക്കെതിരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 2 ട്രക്കുകളെ ഷൂട്ട് ചെയ്ത് നിർത്തിയിട്ടാണ് ബാക്കിയുള്ള ട്രക്കുകളൊക്കെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയത്. ഇത് എവിടെ കൊണ്ടുപോയി, എവിടെ എന്ത് സംഭവം, മരുഭൂമിയിൽ എവിടെ കൊണ്ട് നിർത്തി ഒന്നും ആർക്കും അറിയത്തില്ല എന്നുള്ള അവസ്ഥയാണ്. 96 ട്രക്ക് മിസ്സിംഗ് ആണ്. ഇത് ഈ ഹമാസോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടെററിസ്റ്റ് സംഘടനകൾ, അതായത് ഇറാനിയൻ ബ്രിഗേഡ്സ് പോലത്തെ സംഘടനകളൊക്കെ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ, അവർക്ക് ഇത് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റിയതെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഏത് രീതിയിൽ പോയാലും, അല്ലെങ്കിൽ ആ 96 ട്രക്കിലും എന്തെങ്കിലുമൊക്കെ വേറെ വസ്തുക്കൾ, അതായത് യുദ്ധത്തിന് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള വെപ്പൺസ്, മിഷനറീസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്നാണ് ഇസ്രായേൽ ഡൗട്ട്ഫുള്ളി അതിനെ നോക്കിക്കാണുന്നത്. അതായത് ഇവരുടെ സഹോദരങ്ങൾക്കും ഇവരുടെ ബന്ധുക്കൾക്കും ഇവരുടെ ഉറ്റവർക്കും തന്നെയാണ് ഈ സാധനം കൊണ്ടുപോകുന്നത്. അതിനോടാണ് ഈ ഒരു നിലപാട് ഇവന്മാർക്ക്. ആന്റണി ബ്ലിങ്കൻ ലെബനാനിൽ എത്തിയിട്ടുണ്ട്. സീസ് ഫയറിന്റെ ടോക്ക്. ആന്റണി ബ്ലിങ്കനെ കൊണ്ട് ഒന്നും ആവില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇത് എത്രാമത്തെ തവണത്തെ വിസിറ്റ് ആണെന്ന് അറിയാമോ? എന്നിട്ട് ഒരു നടപടിയാവുന്ന കേസല്ല. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഒരു മീഡിയ പേഴ്സൺ, ഏറ്റവും ചീഫായിട്ടുള്ള ഒരു മീഡിയ പേഴ്സണെയാണ് ഇന്നലെ തട്ടിയത്, ഇന്നലെ ഇസ്രായേൽ വധിച്ചത്. അപ്പൊ അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് അത്ര എളുപ്പത്തിൽ സീസ് ഫയർ ആവുന്ന ഒരു ഏർപ്പാടൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഇസ്രായേൽ ഇതിനെ നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട്. ഹെസ്ബുള്ളയെ ഈ ഒരു അവസരം മുതലാക്കി സീസ് ഫയർ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഏതെല്ലാം തരത്തിൽ അടിച്ച് ഒതുക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള നല്ല രീതിയിലുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ട് അങ്ങ് അടിച്ച് തകർക്കുകയാണെന്നുള്ളതാണ്. യുവമാർ എപ്പോഴും ഈ ഹൂത്തീസ് അവർ റെഡ് സീയിൽ ഒരു ഷിപ്പ് ആക്രമിച്ചിട്ടുണ്ട്, അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഷിപ്പ് പൂർണ്ണമായിട്ട് നശിച്ചിട്ടൊന്നുമില്ല, ഭാഗികമായിട്ട് ചില തകരാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് $1 ട്രില്യൺ വർത്ത് വരുന്ന ഗുഡ്സ് പിന്നെ ട്രാൻസ്പോർട്ടേഷനിൽ ഇരുന്ന
ആ ഒരു ട്രാൻസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഷിപ്പിനെയാണ് അറ്റാക്ക് ചെയ്തത്. യുവമാരുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. യുവമാർക്ക് ലോകത്ത് മറ്റുള്ള എല്ലാവരെയും ഉപദ്രവിക്കാൻ വേണ്ടി യുവമാർ ആ ഒരു മൂലയിൽ തന്നെ യുവമാർക്ക് സ്ഥലം കിട്ടി എന്നുള്ളതാണ്. ആ ഹൂത്തികൾക്ക് യമന്റെ ജസ്റ്റ് കോർണർ, ആ സന സിറ്റി, യമന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന സന എല്ലാം യുവമാരുടെ കൺട്രോളിലാണ്. അമ്മ അവിടെ യമനകത്ത് പോയാൽ പിന്നെ തീർന്നു നിങ്ങൾ. യമൻ എന്ന് പറഞ്ഞാൽ 14 വയസ്സിൽ തന്നെ മറ്റേ കട്ടാർ എന്ന് പറഞ്ഞൊരു കത്തി ഉണ്ട്, അവന്മാരുടെ അടുത്ത് ഇടുപ്പിൽ വെക്കും. ഈ കുട്ടികൾ പ്രായപൂർത്തിയാവുന്ന പോലെയാണ് അവന്മാർക്ക് ഈ കട്ടാർ കൊടുക്കുന്നത്. പിന്നെ ഒരു ഇലയുണ്ട്, പച്ചക്കളർ ഇല, കാട്ട്. ഈ കാട്ട് എന്ന് പറയുന്ന സാധനം അത് ചവച്ച് അവരുടെ പല്ലെന്ന് നോക്കി കഴിഞ്ഞാൽ പല്ലൊക്കെ ഈ വെറ്റിലെ മുറുക്കുന്നതിനേക്കാളും അത്ര ഭീകരാവസ്ഥയിലാണ് അവരുടെ പല്ല് കറ പിടിച്ചിരിക്കുന്നത്. കാരണം ഈ ഘാട്ട് എന്ന് പറഞ്ഞ ഒരു ഇല ചവയ്ക്കുന്നതാണ് അവർ. ഫുൾ ടൈം ലഹരിയിലാണ് ഇവന്മാർ. അതുകൂടാതെ ഇവന്മാർക്ക് 24 മണിക്കൂറും AK-47 തോളത്തുണ്ടാവും. അതാണ് യമന്റെ ഒരു പശ്ചാത്തലം. യമനെ കുറിച്ച് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഭയങ്കര രസകരമാണിത്. നമുക്ക് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് അവിടെ യമനിൽ. പിന്നെ ഒരു വിഷയം കൂടെ പറയാനുള്ളത്, ഇന്ത്യ ഒരു മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഹൈപ്പർസോണിക് ലോങ് റേഞ്ച് മിസൈലാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ഹൈപ്പർസോണിക്കിൽ ഇമ്പോർട്ടൻ്റ് ലോകരാജ്യങ്ങളെല്ലാം തിരിഞ്ഞു നോക്കുന്ന രീതിയിലുള്ള ഒരു മിസൈൽ പരീക്ഷണമാണ് ഇന്ത്യ നടത്തിയത്. എന്തായാലും ഇന്ത്യ തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് സാധിക്കും. ഡെഡിക്കേഷനുള്ള പിന്നെ ദീർഘവീക്ഷണമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ഇന്ത്യ ഇതിൽ കൂടുതൽ ഇന്ത്യയെ കൊണ്ട് സാധിക്കും. അത് ഉയരങ്ങളിലേക്ക് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഒരു കാര്യം വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ബ്രസീലിലാണ് G20 വേണ്ടി പോയിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നല്ല രീതിയിലുള്ള വരവേൽപ്പാണ് അവിടെ പ്രൈം മിനിസ്റ്ററിന് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു G20 ഈ ആഫ്രിക്കൻ യൂണിയൻ, അതായത് ഗ്ലോബൽ സൗത്തിൽ ഈ ആഫ്രിക്കൻ യൂണിയനെ നമ്മൾ കൊണ്ട് പിന്നെ G20 മെമ്പർഷിപ്പ് എടുപ്പിച്ചത് ഇന്ത്യയാണ്. അപ്പൊ അതിന്റെ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ശരിക്കും പറഞ്ഞാൽ നൈജീരിയയൊക്കെ ഇന്ത്യയെ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. ഈവൻ വെസ്റ്റേൺ ഏരിയയിലുള്ള പല രാജ്യങ്ങളിലെ കൺട്രീസിനുള്ള ആൾക്കാരെക്കാളും ഏറ്റവും പൊസിഷനലി ഗ്രാൻഡ് ചെയ്യപ്പെടുന്നത്, അതായത് നല്ല രീതിയിൽ റെസ്പെക്ട്ഫുള്ളി ഒരു ഗ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു പൊസിഷനാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഗ്ലോബലി കിട്ടുന്നത്. മീൻസ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സോഫാർ ഇന്ത്യൻസിന് കിട്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ഈവൻസ് ആണിത്. അപ്പം തീർച്ചയായിട്ടും എല്ലാം ചെയ്തോളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.